സ്വാമിയച്ഛൻ മരുന്ന് ദേവികയുടെ പേരിൽ കൊറിയർ ചെയ്യുമെന്നല്ലേ പറഞ്ഞേ? അതെ, അങ്ങനെയാ പറഞ്ഞത്. ആ കൊറിയർ ദേവികയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ ഈ സിറ്റിയിലെ സകല കൊറിയർ സർവീസുകളെയും വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ഇനി അന്വേഷിക്കാൻ ഒരു കൊറിയർ സർവീസും ബാക്കിയില്ല. എവിടെയും അവളുടെ പേരിൽ അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടില്ല. ഒരിടത്തും ആ കൊറിയർ വന്നിട്ടില്ലെങ്കിൽ സ്വാമി അച്ഛൻ ആ മരുന്നുകൾ അയക്കുന്നത് കൊറിയർ സർവീസിലൊന്നും ആയിരിക്കില്ല. പിന്നെ പിന്നെ എങ്ങനെയായിരിക്കും അയാൾ ആ മരുന്നുകൾ ഇങ്ങോട്ട് അയക്കുന്നത്? അതിപ്പോ ദേവിക്ക് മാത്രമല്ലേ അറിയാനാകൂ. അവളോട് ഇതേപ്പറ്റി ചോദിക്കാനും പറ്റില്ലല്ലോ. മരുന്ന് ഏത് മാർഗത്തിലൂടെ വരുന്നെന്ന് അറിയാതെ അതിനെ തടയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ആ മരുന്ന് ദേവിക സിദ്ധുവിന് കൊടുക്കാൻ പാടില്ല. മാറ് മാറ്, ബ്രേക്കില്ല. വണ്ടി ഇടിക്കും, മാറ്. എന്റെ സഹായം വല്ലതും വേണോ? ഒന്നും വേണ്ട, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇതെനിക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. മാഡത്തിന് എന്താ വേണ്ടേ? ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. ഞാൻ എടുത്തരാം മാഡം. വേണ്ട, ഞാൻ എടുത്തോളാം. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വെള്ളം ഞാൻ അവിടെ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് വയ്യാഴികയൊന്നും എനിക്കില്ല. എന്താ ഇത്, സാമ്പാറാണോ? അതെ. എങ്ങനെയുണ്ട് മാഡം? അസലായിട്ടുണ്ട്. താങ്ക് യു മാഡം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാരന്റ്സ് മീറ്റിംഗിന് അവതരിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ശരി മാഡം. മാഡം, കുട്ടന് അപകടം സംഭവിക്കുമ്പോ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? കുട്ടൻ ഓടിച്ചിരുന്ന കാറ് മറ്റാരെങ്കിലും ഇടിച്ചിരുന്നോ? ഏയ് ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തുപറ്റി? ദേവിക എന്താ ഇപ്പൊ ഇതേപ്പറ്റി ചോദിച്ചേ? അല്ല, ഇന്നലെ ഉറക്കത്തില് കുട്ടൻ ഏതോ അപകടത്തെക്കുറിച്ച് അവ്യക്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ആക്സിഡന്റിൽ വേറെ ആരോ ഉൾപ്പെട്ട പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ. വേറെ ആരാ? അവൻ ഏത് ആക്സിഡന്റിനെ കുറിച്ചാ പറഞ്ഞേ? അത് കുട്ടൻ ഉറക്കപ്പിച്ചില് പറഞ്ഞല്ലേ മാഡം. മാഡം അത് വിട്ടേക്ക്, കാര്യാക്കണ്ട.